നമസ്കാരം. മണ്ടന്മാരായ ആളുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുകയാണോ അതോ ബി ജെ പിയിലെത്തിയിട്ട് ആളുകൾ മണ്ടന്മാരായി മാറുകയാണോ? എന്തുകൊണ്ടാണ് ഞാൻ ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നത്? ആദ്യം നമുക്ക് ഈ വീഡിയോ കണ്ടുവരാം. അടുത്ത 10 കൊല്ലം എനിക്ക് പഠിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഡിസ്ട്രപ്ഷനാണ് വരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു തീരുമാനം സേഫ് ആയി എടുക്കണം. എന്താണെങ്കിലും ഭാവിനെ തീരുമാനിക്കുന്ന എന്ത് ട്രെൻഡ് ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് നമ്മുടെ കുട്ടികൾ, നമ്മുടെ ടാലന്റഡ് കുട്ടികൾ. നമ്മളുടെ സ്ഥിതി എന്താണ്? ഞാൻ പേര് പറഞ്ഞില്ല. ഒരു രാഷ്ട്രീയക്കാരൻ ഞാൻ പോഡ്കാസ്റ്റ് വളരെ അഭിമാനത്തോട് പറയാം. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കേരളത്തിലെ ഏറ്റവും കമ്മിയാണ്. നല്ലതാണ്. പക്ഷെ അതിന്റെ അണ്ടർലൈൻ ഫാക്ടർ നമ്മൾ മനസ്സിലാക്കി. ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ കേരളത്തിൽ നടത്തുന്നു. അപ്പൊ യൂത്ത് അല്ലേ കുട്ടികളുണ്ടാക്കുന്നു. അപ്പൊ കുട്ടികളുണ്ടാക്കുന്ന യൂത്ത് ഇവിടെ മൈഗ്രേറ്റ് ചെയ്യാൻ പിന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി കമ്മിയാവും. അപ്പൊ ഇത് ഒരു ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്. നിങ്ങൾ കേട്ടല്ലോ ആ വീഡിയോ. അതായത് യൂത്ത് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്താൽ ഇവിടെ ഇൻഫൻ്റ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് ശിശു മരണ നിരക്ക് കമ്മിയാവുമെന്നാണ് മൂപ്പര് പറയുന്നത്. അപ്പം ഇത് രണ്ടും സത്യത്തിൽ രണ്ട് ഇഷ്യൂ ആണ്. മൂപ്പര് ക്ലബ് ചെയ്തപ്പോൾ പറ്റിയ വെടിത്താണ്. കാരണം ഇൻഫൻ്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ ശിശു മരണ നിരക്ക് അത് കുറയുന്നതും കേരളത്തിൽ നിന്നുള്ള മൈഗ്രേഷൻ തമ്മിൽ ഒരു ബന്ധമില്ല. കേരളത്തിലുള്ള മൈഗ്രേഷൻ എങ്ങനെയാണ്? കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ മൈഗ്രേഷൻ എന്താണ്? ഒന്ന് ഹയർ സ്റ്റഡീസിന് വേണ്ടി. ഇപ്പോൾ കേരളത്തിലുള്ള നിലവിലുള്ള സൗകര്യങ്ങൾ പോരാതെ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് അന്യ സംസ്ഥാനങ്ങളിലെ സൗകര്യങ്ങളും കൂടി പോരാതെ വരുമ്പോൾ കുറച്ചുകൂടി എന്താണ് ഫീസ് കുറവിനും മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിനും വേണ്ടി എന്ത് ചെയ്യും? കുട്ടികൾ പല വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം MBBS ഒക്കെ നേടാൻ വേണ്ടി നമ്മളെ പഴയ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളിലെല്ലാം ഒരുപാട് മലയാളികൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, മറ്റേ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ മലയാളി കുട്ടികൾ പഠിക്കുന്നുണ്ട്. നിരവധി ട്രാവലോഗുകളിൽ ആ കുട്ടികളുമായിട്ടുള്ള അഭിമുഖങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കത് ചിരപരിചിതമാണ്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ശിശുമരണ നിരക്കായിട്ട് ബന്ധമില്ല. കാരണം കേരളത്തിലെ എല്ലാ കുട്ടികളും പഠിക്കുന്നുണ്ട്. കേരളത്തിലിപ്പോൾ ഏത് വീട്ടിൽ പോയാലും ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇല്ലാത്ത വീടുണ്ടാവില്ല. അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠന സൗകര്യങ്ങളിൽ അത്രത്തോളം എന്ത് ചെയ്യണം വേണ്ടതുണ്ട്. അപ്പം അത്രത്തോളം ഒന്നും നമുക്ക് കേരളത്തിൽ ഒരുക്കാൻ കഴിയില്ല ഒരു കാലത്തും. എല്ലാ വീടുകളിലെ കുട്ടികൾക്കും വേണ്ടിയിട്ട് പഠന സൗകര്യം ഒന്നും ഒരുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിൽ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം പറയാം. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നമ്മൾ അതിൽ ആ ഗോളെല്ലാം നമ്മൾ നേടിക്കഴിഞ്ഞാണ്. പക്ഷെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ കുട്ടികൾക്കും നമുക്ക് പഠന സൗകര്യം ഒരുക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ കുട്ടികൾ അത് ലഭിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ച് അവർ മൈഗ്രേറ്റ് ചെയ്യും. അത് സ്വാഭാവികമാണ്. അതൊരു നല്ല സമൂഹത്തിൻ്റെ ലക്ഷണമാണ്. ഇതേപോലെയാണ് തൊഴിലിൻ്റെ കാര്യത്തിൽ. കേരളത്തിൽ നിന്ന് തൊഴിൽ രംഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഉന്നത ജോലികളിലേക്കാണ്, കൂലിപ്പണികളിലേക്കല്ല. കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലികളിലേക്കാണ് കേരളത്തിൽ നിന്ന് വ്യത്യസ്ത നാടുകളിലേക്ക്, രാജ്യങ്ങളിലേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതൊരു ഹ്യൂമൻ റിസോഴ്സാണ്. അത് കേരളത്തിൻ്റെ ഒരു പ്ലസ്സാണ്. അപ്പോൾ ആ പ്ലസ്സിനെ ഒന്ന് ഇകത്തിക്കാട്ടാനായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചത്. പക്ഷെ കക്ഷി കൂട്ടുപിടിച്ചതെന്താണ്? ഇൻഫൻ്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ ശിശുമരണ നിരക്കിനെ ആയിപ്പോയി എന്നുള്ളൂ. അത് മൂപ്പര് ഒരു വിഡിത്താണ്. മൂപ്പർക്ക് എന്താണ് രണ്ട് കോൺസെപ്റ്റും തമ്മിൽ വ്യക്തതയില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ശരിക്കും കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറയാനുള്ള കാരണം എന്താ? എത്രയാണ് കേരളത്തിലെ ശിശുമരണ നിരക്ക് എന്ന് അറിയോ? 1005. അമേരിക്കയിൽ പോലും 505.5. അമേരിക്കയേക്കാൾ താഴെയാണ് കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക്. അതായത് അമേരിക്കനെക്കാട്ടും മെച്ചപ്പെട്ട ആരോഗ്യ സേവനമാണ് ആ അർത്ഥത്തിൽ പൊതുജനാരോഗ്യ സേവനം. അതൊന്ന് അടിവരയിടണം. പൊതുജനാരോഗ്യ സേവനമാണ് കേരളത്തിൽ ആളുകൾക്ക് കിട്ടുന്നതെന്ന് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. പൊതുജനാരോഗ്യ മേഖലയിൽ സമ്പന്നർക്ക് കിട്ടുന്നുണ്ടാവും. അമേരിക്കയിലെ സമ്പന്നർക്ക് ആരോഗ്യ സേവനങ്ങൾ കിട്ടുന്നുണ്ടാവും പൈസ കൊടുത്താൽ. പക്ഷേ പൊതുജനങ്ങൾക്ക് അമേരിക്കയേക്കാൾ മെച്ചപ്പെട്ട ആരോഗ്യ സേവനം കിട്ടുന്ന
ഒരു സമൂഹമാണ് കേരളമെന്ന് നമുക്ക് അടിയുറച്ച് പറയാം. ഓക്കെ, ചില ഫാക്റ്റുകൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ ശിശുമരണ നിരക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ള? അതെന്താണ്? നമുക്ക് എല്ലാവർക്കും എന്താണ് ആക്സസിബിൾ ആണ് ആരോഗ്യ മേഖല. ഇവിടെയുള്ള ഏറ്റവും താഴേക്കിടയുള്ള മനുഷ്യന് പോലും ആക്സസിബിൾ ആണ് നമ്മുടെ ആരോഗ്യ മേഖല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, നമുക്കിവിടെ സർക്കാർ സംവിധാനങ്ങളുണ്ട്, സ്വകാര്യ ഹോസ്പിറ്റലുകളുണ്ട്. സാമ്പത്തിക നില അനുസരിച്ച് എല്ലാവർക്കും എന്താണ് ഈ സേവനങ്ങളൊക്കെ ലഭ്യമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് ഇവർക്കെല്ലാം, പ്രത്യേകിച്ച് ഗർഭിണികൾക്കെല്ലാം വേണ്ട എല്ലാതര പരിരക്ഷയും നമുക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, പ്രസവാനന്തരമുള്ള നവജാത ശിശുക്കൾക്ക് എന്താണ് ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യ സേവനം കിട്ടുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല. പ്രത്യേകിച്ച് റിമോട്ട് ഏരിയ പോലും, കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ പോലും എന്താണ് ഈ രീതിയിലുള്ള സേവനം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ഇന്ന് കേരളത്തിൽ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞൊരു സംഭവം ഏറെക്കുറെ ഇല്ല. നഗരവൽകൃതമായ ഗ്രാമങ്ങളാണ് കേരളത്തിലുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ റിമോട്ട് ഏരിയ പോലും ഇത്തരം സേവനങ്ങൾ കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ എന്താണ്, നമ്മുടെ എല്ലാ പ്രസവങ്ങളും, ഏതാണ്ട് 100% പ്രസവങ്ങളും ആശുപത്രികളിലാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്താ ഗുണം? ഈ പ്രസവ സമയത്തുള്ള റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് കഴിയും. അത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം, ഉത്തരേന്ത്യയിലും മറ്റ് പല സ്ഥലങ്ങളിലും എന്താണ് പ്രസവങ്ങൾ വീടുകളിലാണ് നടക്കുന്നത്. അപ്പം വീടുകളിൽ ഉണ്ടാകുന്ന പ്രസവ സമയത്തുള്ള കോംപ്ലിക്കേഷനെ നേരിടാൻ വീടുകളിൽ കഴിയില്ല. പ്രസവ സമയത്തുള്ള രക്തസ്രാവം പോലുള്ള പല പല സങ്കീർണ ഘട്ടങ്ങളെ നേരിടാൻ വീടുകളിൽ കഴിയില്ല. അതൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ നേതൃത്വത്തിൽ നടക്കുള്ളൂ. അപ്പം അത്തരം സൗകര്യങ്ങൾ എവിടെ കേരളത്തിൽ കിട്ടുന്നുണ്ട്. അപ്പം 100% നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി എന്നുള്ളത്. ഓക്കെ, ഞാൻ ഈ സമയത്ത് ഒരു പോയിന്റ് നമുക്ക് മറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഈ അടുത്ത കാലത്ത് വീട്ടിൽ പ്രസവം എന്നുള്ളൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. ചില സാമുദായിക പശ്ചാത്തലമുള്ള മേഖലകളിലാണ് അത് കൂടുതൽ നടക്കുന്നത്. പ്രസവം എന്നുള്ളത് ഒരു രോഗമല്ലെന്നും പ്രസവം വീട്ടിൽ വെച്ച് നടന്നാൽ മതി എന്നുള്ള ചില കപട മതവാദികളുടെ ഒരു സാധനം നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ലക്ഷ്യത്തെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ്. അതായത് കേരളം ഈ മേഖലയിൽ നേടിയ നേട്ടത്തെ ഇല്ലാതാക്കാൻ വളരെ ബോധപൂർവം ചില ശക്തികൾ ഇടപെട്ട് നടത്തുന്ന ശ്രമമാണ്. അത് നമ്മൾ കാണണമെന്ന് മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി എന്നുള്ളത് ഒരു കമ്പൽസറി ആണ് എന്ന് നമ്മൾ വരുത്തണം. അത് നിർബന്ധമാണ്. ഏറെക്കുറെ അങ്ങനെയായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഈ ഒരു സാധനം ഒരു വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ആ മേഖലയിൽ നടന്നത്. പിന്നെ അതേപോലെ ടാർഗറ്റഡ് ഹെൽത്ത് പ്രോഗ്രാംസ്, അതായത് ചില പ്രത്യേക ലക്ഷ്യാധിഷ്ഠിതമായിട്ടുള്ള ചില പദ്ധതികൾ ആരോഗ്യമേഖല. അതിലൊന്നാണ് ഹൃദയം എന്നുള്ള പദ്ധതി. എന്താണ്? നമുക്ക് ഹാർട്ട് ഡിസീസ് കുട്ടികളിൽ നേരത്തെ തന്നെ ഹാർട്ട് ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ അങ്ങനെ നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്താലുള്ള ഗുണം എന്താണ്? നമുക്ക് റിസ്കിനെ 41% കുറയ്ക്കാൻ കഴിയും. ഈ മരണസാധ്യത എന്ത് ചെയ്യുന്നു? 41% ഈ മേഖലയിൽ കുറയ്ക്കാൻ പറ്റുന്നു ഈ പദ്ധതിയിലൂടെ. രണ്ടാമത്തെ പദ്ധതിയാണ് കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിങ് എന്നുള്ളത്. അപ്പോൾ എല്ലാ തരത്തിലും കുട്ടികളുടെ ആരോഗ്യത്തിന് ഒരു സ്ക്രീൻ ചെയ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് അവരുടെ ജനിതക വൈകല്യങ്ങൾ, അതേപോലെ മെറ്റബോളിക് ഡിസോർഡറുകൾ, അതേപോലെ കേൾവി കാഴ്ച പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ എന്താണ് ചെറുപ്പകാലത്ത് തന്നെ ഡയഗ്നോസ് ചെയ്യുന്നത്, ഏർലി സ്റ്റേജിൽ തന്നെ ഡയഗ്നോസ് ചെയ്യുന്നു. അതൊരു പ്രോജക്റ്റാണ്. മറ്റൊന്നാണ് മാതൃയാനം പ്രോജക്റ്റ്. നിങ്ങൾക്കറിയാം, പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ അമ്മയും വീട്ടിൽ കൊണ്ടുവിടുന്ന ആ ഒരു പദ്ധതി, യാത്രാ പദ്ധതി. ആ പദ്ധതി പോലും നമുക്ക് കേരളത്തിൽ ഉണ്ട്. മറ്റൊരു ഹൈലൈറ്റ് എന്താണ് ഈ മേഖലയിൽ? ഹൈ ഫീമെയിൽ ലിറ്ററസി റേറ്റ് ആണ്. അതായത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സാക്ഷരതാ നിരക്കുള്ള ഒരു സമൂഹമാണ് കേരളം. അതുകൊണ്ട് എന്താ ഗുണം? ഈ ശൈശവ അല്ലെങ്കിൽ ശൈശവ ആരോഗ്യ മേഖലയെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധം ആർക്കുണ്ട്? അമ്മമാർക്കുണ്ട്. ശിശുക്കൾക്ക് ഉണ്ടാകുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പ്രാഥമിക അറിവെങ്കിലും നമ്മുടെ എല്ലാ അമ്മമാർക്കുണ്ട്. അത് എന്ത് ചെയ്യുന്നു? ഈ റിസ്കിനെ ഗണ്യമായിട്ട് കുറയ്ക്കുന്നു. പിന്നെ അതേപോലെ ന്യൂട്രീഷണൽ സപ്പോർട്ട്, സോഷ്യൽ സപ്പോർട്ട്.
പോഷകാംശപരമായിട്ടുള്ളതും സാമൂഹ്യപരമായിട്ടുള്ള പിന്തുണ. നമുക്കറിയാം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗർഭിണിയൊക്കെയുള്ള വീട്ടുകളിൽ അഡീഷണലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോഷകാഹാരങ്ങൾ സംവിധാനങ്ങൾ വഴി വിതരണം ചെയ്യുന്നുണ്ട്. അതേപോലെ പ്രസവാനന്തരം ശിശു ഉള്ള വീട്ടിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ രീതിയിൽ PDS എന്ത് ചെയ്യുന്നുണ്ട്, അമൃതം പോലുള്ള ഒരുപാട് സംഭവങ്ങൾ ന്യൂട്രീഷണൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, കുട്ടികളുടെ ഒരു ആരോഗ്യം ഒരു 1000 ദിവസമെങ്കിലും ആ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. ഇനി പ്രസവ സമയത്ത് സ്കിൽഡ് വർക്ക് ഫോഴ്സാണ്. നമ്മുടെ പ്രസവം എന്താണ്, വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് പ്രസവം നടക്കുന്നത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്തരം എല്ലാ കാര്യങ്ങൾ കൊണ്ടാണ് കേരളം ശിശുമരണ നിരക്കിൽ വളരെ താഴെ നിൽക്കുന്നത്. ശിശുമരണ നിരക്ക് നമുക്ക് ഗണ്യമായി കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നത് കേരളം ഒരു ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി മാറാൻ കഴിഞ്ഞത്. അത് വലിയൊരു നേട്ടമാണ്. ലോകത്തിന് മുന്നിൽ കേരള മാതൃക എന്ന രീതിയിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേട്ടമാണ്. ഓക്കെ.